MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരും മുമ്പ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച ഒരു കാര്യത്തിലുള്ള ഒരു എന്റെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. പോലീസിന് ഇക്കാര്യത്തിൽ എന്ത് വീഴ്ചയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല സ്മൃതി. 8ാം ദിവസമാണ്, പക്ഷേ 7 ദിവസവും അയാൾ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ്. സാറിനെ കാത്ത് നിൽക്കുകയായിരുന്നു രണ്ട് പറയാൻ. കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ അങ്ങ് ഹോസ്ദുർഗ് അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. അതിൽ കർണാടക ഉൾപ്പെടുന്നില്ല. തമിഴ്നാട് പോയപ്പോൾ സഹായം പോലീസ് എത്തുന്നതിന് മുൻപ് കർണാടകയിലേക്ക് പോയത് കർണാടകയിലെ ഒരു യുവ നേതാവിന്റെ യൂത്ത് നല്ല മറുപടിയായി കേട്ടോ. ആണല്ലോ, കഴിവില്ല എന്നുള്ളതല്ല, ഞങ്ങളുടെ പണിയാണല്ലോ, ഞങ്ങൾ പിടിച്ചോളാം. പിടിക്കണമല്ലോ, പിടിക്കും, പിടിച്ചിരിക്കും. ഒരു സംസ്ഥാനത്ത് അധികാരമുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു യുവ നേതാവ് എന്ന് പറയുന്ന ഒരു സെക്ഷൽ പ്രെഡേറ്ററെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ കപ്പ തോട്ടത്തിനിടയിലൂടെയും അവിടുത്തെയുള്ള തോട്ടങ്ങളിലൂടെയും ഓടുകയായിരുന്നു. ഇന്ന് പിടിച്ചിരിക്കുന്നത് രണ്ടുപേരെ, ഒരാൾ ബോസും ഒരാൾ സഹായിയും. രണ്ടുപേരും അയാൾ കൊളിസ്ഥാപനങ്ങൾ ഒഴിച്ചു കൊടുത്തയാളാണ്. കിട്ടുന്ന വിവരമനുസരിച്ച് കർണാടകയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണ വലയത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തിറങ്ങിയാൽ കേരള പോലീസ് പൊക്കിയ ചരിത്രമുണ്ട് കേരള പോലീസിന്. വെണ്ടിച്ചോറ് മുതൽ ഇങ്ങോട്ട് ഗോവിന്ദചാമ വരെ പൊക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യുന്ന വക്കോളം എത്തിയപ്പോഴേക്കും അപ്രതീക്ഷിതമായ ആൾ ഓടിക്കളഞ്ഞു. പക്ഷേ സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല, അണച്ചുപോയി അല്ലേ സാറേ? പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള പേട്രണേജ് കൊടുക്കാതിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് കർണാടക സർക്കാർ. ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ലഭിച്ചിരിക്കുന്ന പിന്തുണ മുഴുവൻ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിലാണ്. അത് തന്നെയാണ് കേരളത്തിൽ മുങ്ങിയത്. എപ്പോഴാണ് പൊതുപരിപാടിയിൽ നിന്ന് മാറുന്നു, അയാൾ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു. നിലവിൽ വന്നിരിക്കുന്നതനുസരിച്ച് FIR ഇട്ട് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് മുങ്ങുകയാണ്. അതിനുശേഷം അയാൾ കർണാടകയിൽ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഈ കേരള പോലീസിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ. FIR ഇടുന്നതിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. FIR ഇട്ട് കഴിഞ്ഞ് കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് അയാൾ മുങ്ങുന്നത്. പുലിക്കോട്ടിലച്ഛന്റെ അവിടെ നാടകം കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. ആരുടെ കണ്ണി പൊടിയിടാനുവാ? അയാൾ എവിടെ നിന്ന് പോയി, എങ്ങനെ പോയി എന്നുള്ള വിവരങ്ങൾ ഇനി പിടിച്ചു കഴിയുമ്പോഴാണ് ബാക്കി വരിക. ആരുടെയൊക്കെ സഹായം, ഒരു നടിയുടെ കാറടക്കമുള്ളവയുണ്ട്, മുതിർന്ന നേതാക്കളുടെ സഹായം കിട്ടും അറിയണം. പക്ഷേ കർണാടകത്തിൽ നിന്നുള്ള ഒരു നേതാവിന്റെ മകന്റെ സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്ന ബോസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് പൊളിറ്റിക്കൽ കണക്ഷൻ അതിന് പിന്നിലുണ്ട്. അതാണ് എനിക്ക് അതിനുള്ള കർണാടകയിലാണ് അയാൾ കഴിഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബംഗളൂരുവിന്റെ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ അയാളുണ്ട്. അയാൾക്ക് അവിടെ ആരുടെ സ്വാധീനവും ആരുടെ സംരക്ഷണമാണ് കിട്ടുന്നത്? ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തൽക്കാലം ഞാൻ ഉത്തരം കേരള പോലീസ് ഇതുവരെ കേരളത്തിൽ ആരും പിടികൂടി വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് അറസ്റ്റിലാവുന്നു, എവിടെ നിന്ന് പിടികൂടുന്നു എന്നതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് MLA സ്ഥാനം രാജിവെക്കും. 8 ദിവസമായല്ലോ അല്ലേ? MLA സ്ഥാനം 8 ദിവസമായല്ലോ. 8 ദിവസമായി. എങ്ങനെയാണ് നിങ്ങളൊരു നേതാവിനെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനം തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാന്നേ. പക്ഷെ ഗോവിന്ദചാമിക്ക് അതില്ല, ബണ്ടിച്ചോറിന് അതില്ല. പക്ഷെ ഇവിടെ ഈ പെർവേർട്ടിന് ഒരു പൊളിറ്റിക്കൽ സ്വാധീനമുണ്ടായിരുന്നു. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇതിനകത്ത് കോൺഗ്രസിന് വലുതായിട്ട് അഭിമാനിക്കാനില്ല എന്ന വാദമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ കോൺഗ്രസ് അഭിമാനിക്കുന്നുണ്ടല്ലോ, ഇത് മാതൃകാപരമായ തീരുമാനമാണ്. നിയമസഭയിൽ 2 MLA മാരിപ്പുണ്ട്. എന്താ തീരുമാനം? എൽദോസ് കുന്നപ്പള്ളി റേപ്പ് കേസിലെ പ്രതി അക്യൂസ്ഡ് അല്ലേ? മറ്റേ രണ്ടാമത്തെ MLA പേര് വിൻസെന്റ്, കോവളത്തു നിന്ന് വന്നതാ. ആരോപണം ഉയർന്നതിന് ശേഷവും സീറ്റ് കൊടുത്തു. ഇതാണോ കോൺഗ്രസിന്റെ തീരുമാനം? അപ്പോൾ റേപ്പിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പാർട്ടി യാതൊരു പരിഗണനയും നൽകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി എവിടെ ഇരിക്കുക? എങ്ങനെയാണ് അവിടെ വിൻസെന്റ് ഇരിക്കുക? ഈ രണ്ടുപേരെയും നിയമസഭയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. മുകേഷിന്റെ കാര്യത്തിൽ ഇടതുപക്ഷവും മറുപടി പറയണം. പക്ഷെ മുകേഷ് പാർട്ടി മെമ്പർ അല്ല, അയാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്രനാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. ഞാനൊരു സംഭവം തന്നെ MLA സ്ഥാനം രാജിവെക്കണമോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. എന്റെ അഭിപ്രായത്തിൽ 3 പേരും കൂടി ചേർന്നിരിക്കുന്ന ഒരു സമവായമായത്. എന്താ ഈ MLA സ്ഥാനം രാജിവെച്ചാൽ അയാളെ കുറ്റവിമുക്തനാക്കൽ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു ഒത്തുതീർപ്പ് 2 പാർട്ടികൾ.
ശശി സ്വയം കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് സർക്കാർ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചു. പരമാവധി വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും. രണ്ട് പാർട്ടികൾക്കുണ്ട്. ഇല്ല, അതുകൊണ്ടാണല്ലോ എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്ന് പറയുന്നില്ല. ഇപ്പോഴും പറയുന്നത് എന്താ? ഇപ്പോഴും പറയുന്നത് എന്താണ്? അയാൾ ഈ സ്ഥാനം, അതായത് ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറി രാജിവെക്കണോ വേണ്ടോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ്. രാജിവെക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണോ? നോക്കൂ, എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? ഈ പാർട്ടി എന്താ കരുതുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നാണ്. ആരുടെയൊക്കെ പരാതി കിട്ടി? ഷഹനാസ് പറയുന്നത് കേട്ടില്ലേ? അങ്ങ് ഡൽഹിയിൽ സമരത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്തുകൂടായിരുന്നോ എന്ന മെസ്സേജ് അയച്ചപ്പോൾ അതിനകത്തെ അപകടം മണത്ത ഷഹനാസ് ഷാഫി പ്രമിലെടുത്തല്ലേ ഈ കാര്യം പറഞ്ഞത്? അതിനുശേഷമല്ലേ ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കി മാറ്റുന്നത്? നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? അവിടെ എത്ര പേര് പറഞ്ഞു ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളത്? പാലക്കാട് DCC തന്നെ പറഞ്ഞതല്ലേ? എന്നിട്ട് ആരുടെ താല്പര്യമായിരുന്നു? ഈ പരാതികൾ KSU കാലം മുതൽ ഇയാൾക്കെതിരെയുള്ള പരാതി പ്രവാഹമായിരുന്നു. ആ പരാതികളെല്ലാം എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഇയാളെ ഒരു അരാഷ്ട്രീയ കൊട്ടേഷൻ ഗുണ്ടയാക്കി വളർത്തി ഒരു സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഒരു പ്രെഡേറ്ററാക്കി മാറ്റിയതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രിയും കാണും. പക്ഷെ